പത്തനംതിട്ട സർക്കാർ നഴ്സിംഗ് കോളേജ് പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടത്തിൽ. കോളേജിന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരമില്ല. കോളേജ് ബസ്സില്ല. ടോയ്ലറ്റുകൾ ആവശ്യത്തിനില്ല. വിദ്യാർത്ഥികൾക്ക് സമരം ചെയ്യാതെ മറ്റു മാർഗമില്ലായിരുന്നു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ മണ്ഡലത്തിൽ ഉൾപ്പെട്ടിട്ടും കോളേജിലേക്ക് മന്ത്രി ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ലെന്ന് വിദ്യാർത്ഥികൾ സങ്കടത്തോടെ പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് ബസ്സില്ല, കോളേജില്ല, ഹോസ്റ്റലില്ല. ആകെ ഈ കോളേജിൽ 2 ബാത്റൂമേ ഉള്ളൂ. ഞങ്ങൾ ഫുള്ള് 120 പേരുണ്ട്. ഞങ്ങൾക്ക് ഇതുവരെ ബാത്റൂം സൗകര്യം പോലും ഇല്ല. ഞങ്ങളുടെ ഈ അവസ്ഥ കാണുന്ന മന്ത്രി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തു തരണമെന്ന് ഞങ്ങൾക്ക് താഴ്മയായിട്ട് അപേക്ഷയെന്ന് പറയുകയാണ്. ഒരു വട്ടം ഞങ്ങളുടെ ഈ കോളേജ് ഒന്ന് വന്ന് കാണണം. മന്ത്രി വീണ ജോർജ് ഇന്ന് പത്തനംതിട്ട സർക്കാർ നഴ്സിംഗ് കോളേജ് വിഷയത്തിൽ പ്രതികരിച്ചു. സർക്കാർ നഴ്സിംഗ് കോളേജ് തുടങ്ങിയില്ലായിരുന്നുവെങ്കിൽ വിദ്യാർത്ഥികൾ മറ്റെവിടെയെങ്കിലും പോയി പഠിക്കേണ്ടി വരുമായിരുന്നു. വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സർക്കാരിന് പൂർണ്ണ ഉത്തരവാദിത്തമുണ്ട്. MLA ഫണ്ടിൽ നിന്നും ബസ് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കൊണ്ടുവന്ന കോളേജാണ്. ആ കോളേജിലെ കുട്ടികളുടെ കാര്യം അത് പൂർണ്ണമായിട്ടും അതിന്റെ മറ്റെല്ലാ നടപടിക്രമം നമ്മൾക്ക് അന്ന് തുടങ്ങിയില്ലായിരുന്നെങ്കിൽ അത്രയും കുട്ടികൾക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി പഠിക്കേണ്ടി വരുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് സർക്കാർ സംവിധാനത്തിൽ സർക്കാരാണ് റെസ്പോൺസിബിൾ. അതെല്ലാം സർക്കാർ ഒരുക്കും. അതിനെല്ലാം പണവുമായിട്ടുണ്ട്. എന്റെ തന്നെ ഫണ്ടിൽ നിന്ന് ബസ് കൊടുത്തിട്ടുണ്ട്. AS ആയിട്ട് കളക്ടറേറ്റിൽ അന്വേഷിച്ചാൽ മനസ്സിലാകും. AS ആയിട്ടുണ്ട്. നഴ്സിംഗ് കൗൺസിലിന്റെ ബസ്സുണ്ട്. ഞാൻ കൊണ്ടുവന്ന നഴ്സിംഗ് കോളേജാണ്. അത്രയും കുഞ്ഞുങ്ങൾക്ക് ഇവിടെ പഠിക്കാനായിട്ട് കഴിയട്ടെ. അപ്പൊ സർക്കാർ റെസ്പോൺസിബിൾ ആണ്. നഴ്സിംഗ് വിദ്യാർത്ഥികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി എന്തിന് തട്ടിപ്പിന് ഇരയാകണം? കുട്ടികൾ നാട്ടിൽ തന്നെ പഠിക്കട്ടെ. മറ്റ് പല സംസ്ഥാനങ്ങളിലും പോയി തട്ടിപ്പിനിരയാകുന്ന കുട്ടികൾ, എത്രയോ കുട്ടികൾ ഓരോ ദിവസവും എന്റെ ഓഫീസിലേക്ക് എത്തിച്ചേരുക. സർട്ടിഫിക്കറ്റ് പോയി സഹായിക്കണം, ലോൺ എടുത്ത് പോയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ കുഞ്ഞുങ്ങൾ പഠിക്കട്ടെ എന്ന് ഞാനാണ് കൊണ്ടുവന്നത് നഴ്സിംഗ് കോളേജ്. അത് അങ്ങനെയെങ്കിലും അക്നോളജ് ചെയ്തതിൽ സന്തോഷം. അത് സർക്കാർ റെസ്പോൺസിബിൾ ആണ്. പത്തനംതിട്ട സർക്കാർ നഴ്സിംഗ് കോളേജിൽ വിജയം 100%. ഈ പുതിയ നഴ്സിംഗ് കോളേജുകൾ കാസർഗോഡ്, വയനാട്, പാലക്കാട്, ഇടുക്കി, പത്തനംതിട്ട 5 നഴ്സിംഗ് കോളേജാണ് ഈ കാലഘട്ടത്തിൽ തുടങ്ങിയത്. 100% വിജയം ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ പത്തനംതിട്ട നഴ്സിംഗ് കോളേജിനാണ് ഉള്ളത്. സർക്കാർ നഴ്സിംഗ് കോളേജിന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരം വേണ്ട എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. INC-യുടെ അംഗീകാരം വേണ്ട എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അല്ല, INC അംഗീകാരം വേണമെന്ന് അത് നമ്മൾ സർക്കാർ റെസ്പോൺസിബിൾ ആണെന്ന് വെച്ചാൽ എന്താ അർത്ഥം? 4ാമത്തെ ബാച്ച് മുതൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. 4ാമത്തെ ഒരു ബാച്ചൊക്കെ മുതൽ നമ്മൾ ഇപ്പൊ തന്നെ ഇതിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. അത് ഇതാവും. കുട്ടികൾ ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ട. അതിന് സർക്കാർ ഉത്തരവാദികളാണ്. അത് സർക്കാരിനാണ് ഉത്തരവാദിത്തം. ഞാനാണ് നഴ്സിംഗ് കോളേജ് കൊണ്ടുവന്നത്. അപ്പൊ അത് അക്നോളജ് ചെയ്തതിൽ സന്തോഷം. പത്തനംതിട്ട സർക്കാർ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ട എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറയുന്നത്. പ്രസ്താവനയിലല്ല പ്രവൃത്തിയിലാണ് കാര്യമെന്ന് നഴ്സിംഗ് വിദ്യാർത്ഥികളും പറയുന്നു. റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.